ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 3 കേട്ടോ. സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ട് മോൾക്ക് സ്കൂളിലൊന്നും പോകണ്ട. അങ്ങനെ മോളെയും കൊണ്ട് ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിതാ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. വൃത്തിഹീനമായ ചുറ്റുപാട്, മോശപ്പെട്ട വെള്ളം, നിറയെ കൊതുകുകൾ, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ ചിൽഡ്രൻസ് പാർക്കാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ അല്ലേ. എന്താ ഒരവസ്ഥ നോക്കിക്കേ. കുഞ്ഞുങ്ങൾക്ക് പാർക്കിൽ വന്ന് കളിക്കാൻ ഒട്ടും സൗകര്യമില്ലാത്തൊരവസ്ഥ. ഇതിലൊക്കെ റൈഡിനൊക്കെ വന്ന് വീണ് നേരെ കല്ലിലേക്കാണ്. ഇതിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആണിയും മറ്റെല്ലാം ഇളകിയിരിക്കുക. 3 ഉണ്ട്, അതിലൊന്ന് മാത്രമുണ്ട്. അതും സ്ക്രൂവിന് കംപ്ലൈൻ്റ് ആണ്, ഇരുന്നിട്ടില്ല. 2 പേരിരുന്ന ചിലപ്പോൾ സ്ക്രൂ പൊട്ടി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയേക്കാം. പിന്നെ അടുത്ത റൈഡിലേക്ക് പോകാൻ വേണ്ടിയപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ഒട്ടും വൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഇതെങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ വരുമെന്നോ ഇരിക്കുമെന്നോ അറിയില്ല. കാരണം ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരം മുഴുവനും കൊതു കടിക്കുന്നൊരവസ്ഥയാണ്. അതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർക്കിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. സങ്കടം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറച്ച് നേരം അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അവർക്ക് അതിലൊന്നിലും കയറാൻ പറ്റാത്തൊരു സാഹചര്യം. ഇതിൽ നിന്നൊക്കെ വന്ന് വീണ നിറയെ ചെളിയും കല്ലും ഒക്കെയാണ്. കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അപകടം പറ്റുന്ന നിങ്ങൾക്ക് തന്നെ കാണാം. ഞാൻ കള്ളം പറയുന്നതൊന്നുമല്ല. അത്രയും കൊതുകും നാറ്റമുള്ള വെള്ളവും ഒക്കെയാണ്. ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ പോയിട്ട് ആകെ മോള് കയറിയത് ഇതിൽ മാത്രമാണ് കേട്ടോ. ഇതിന് മാത്രം യാതൊരു കേടുമില്ല. ബാക്കി എല്ലാം കേടുപറ്റി കിടക്കുകയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കറിയാം, ഒരു ചെസ് ബോർഡുണ്ട് വലുത്, അതും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒന്നാണ്. ബാക്കിയൊന്നും തന്നെ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ വളരെയധികം ശോചനീയമാണ്. ഇതിൻ്റെ അധികാരികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ പാർക്കൊന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയതൊന്ന് നന്നാക്കി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണിത്. താങ്ക്